ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജുടെക് ഏപ്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BDAയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബിഗ് ഡാറ്റ ആർക്കിടെക്ചർ നോക്കാം. ബിഗ് ഡാറ്റ ആർക്കിടെക്ചറിൽ മെയിൻലി 6 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജാണ് ഡാറ്റ സോഴ്സസ്. ഡാറ്റ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും വരുന്നു. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ, സെൻസേഴ്സ്, വെബ്സൈറ്റ്സ്, മൊബൈൽ ഡിവൈസസ്, IoT ഡിവൈസസ്, ട്രാൻസാക്ഷൻസ്, ലോഗ്സ് തുടങ്ങിയവയിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതായത് ബിഗ് ഡാറ്റയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഡാറ്റ സോഴ്സസ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡാറ്റ കളക്ഷൻ. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇത് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഫോർമാറ്റ്സിലായിരിക്കും. ഡാറ്റ കളക്ട് ചെയ്യാൻ കാഫ്ക, ഫ്ലൂം പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യാം. കളക്ട് ചെയ്യുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യണം. അതാണ് ഡാറ്റ സ്റ്റോറേജ് സ്റ്റേജ്. ഇവിടെ HDFS, NoSQL ഡാറ്റാബേസസ് പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്താണ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഡാറ്റ പ്രോസസ്സിംഗ്. സ്റ്റോർ ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു. ഇത് ബാച്ച് പ്രോസസ്സിംഗ് ആയിട്ടും റിയൽ ടൈം പ്രോസസ്സിംഗ് ആയിട്ടും നടത്താം. പ്രോസസ്സിങ്ങിന് MapReduce, Spark, Flink പോലെയുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം. പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഡാറ്റ അനാലിസിസ് നടക്കും. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, മെഷീൻ ലേണിംഗ്, AI ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഡാറ്റയിൽ നിന്നുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജാണ് വിഷ്വലൈസേഷൻ ഓർ ഔട്ട്പുട്ട്. അനലൈസിസിൽ നിന്നുള്ള കിട്ടിയ റിസൾട്ട്സ് ചാർട്ട്സ്, ഡാഷ്ബോർഡ്സ്, റിപ്പോർട്ട്സ് തുടങ്ങിയ ഫോർമാറ്റ്സിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഹഡൂപ്പ് ആർക്കിടെക്ചർ നോക്കാം. ഹഡൂപ്പ് എന്നത് ഹ്യൂജ് ഡാറ്റ സെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡായി സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കാണ്. ഹഡൂപ്പ് ആർക്കിടെക്ചറിൽ 4 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ് ഉള്ളത്: HDFS, YARN, MapReduce, ഹഡൂപ്പ് കോമൺ. ഇപ്പോൾ നമുക്ക് HDFS ആർക്കിടെക്ചർ നോക്കാം. HDFSൽ മെയിൻലി നെയിം നോഡും ഡാറ്റ നോഡ്സുമാണ് ഇമ്പോർട്ടൻറ്റ്. നെയിം നോഡാണ് മാസ്റ്റർ നോഡ്. നെയിം നോഡ് മീറ്റ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡാറ്റ നോഡ്സ് ആണ് വർക്കർ നോഡ്സ്. ഡാറ്റ നോഡ്സ് ആണ് ആക്ച്വൽ ഡാറ്റ ബ്ലോക്ക് സ്റ്റോർ ചെയ്യുന്നത്. HDFSൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ്, ഹൈ റിലയബിലിറ്റി, ഡാറ്റ റിപ്ലിക്കേഷൻ, ഫാൾട്ട് ടോളറൻസ്, ഹൈ ത്രൂപുട്ട്, സ്കേലബിലിറ്റി, ലാർജ് ഫയൽസിൽ സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ HDFSൽ റൈറ്റ് ഓപ്പറേഷനും റീഡ് ഓപ്പറേഷനും എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. ക്ലയൻറ്റ് ഫസ്റ്റ് നെയിം നോഡിനെ കോൺടാക്ട് ചെയ്യുന്നു. നെയിം നോഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പെർമിഷൻ ആൻഡ് ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യുന്നു. നെയിം നോഡ് സ്യൂട്ടബിൾ ഡാറ്റ നോഡ്സ് സെലക്ട് ചെയ്യുന്നു. ഫയൽ സ്മോൾ ബ്ലോക്സായി ഡിവൈഡ് ചെയ്യുന്നു. ആ ബ്ലോക്സ് ഡിഫറെൻറ്റ് ഡാറ്റ നോഡ്സിൽ സെൻഡ് ചെയ്യുന്നു. ഡാറ്റ ബ്ലോക്സ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നു ഫോർ ഫാൾട്ട് ടോളറൻസ്. ഡാറ്റ നോഡ്സ് ബ്ലോക്സ് സ്റ്റോർ ചെയ്യുന്നു. അക്നോളജ്മെൻറ്റ് ക്ലയൻറ്റിന് സെൻഡ് ചെയ്യുന്നു. ക്ലയൻറ്റിന് അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് ആണ് MapReduce പൈപ്പ്ലൈൻ. MapReduceൽ മെയിൻ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡാറ്റ, ഇൻപുട്ട് സ്പ്ലിറ്റ്, മാപ്പ് ഫേസ്, ഷഫിൾ ആൻഡ് സോർട്ട്, റെഡ്യൂസ് ഫേസ്, ഔട്ട്പുട്ട്. ഫൈനലി നമുക്ക് ബിഗ് ഡാറ്റയുടെ 5 വേസ് നോക്കാം: വോല്യൂം, വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി, വാല്യൂ. വോല്യൂം മീൻസ് ഹൗ മച്ച് ഡാറ്റ. വെലോസിറ്റി മീൻസ് ഹൗ ഫാസ്റ്റ്. Variety means what type of data. Veracity means how reliable is the data. Value means how useful is the data.